ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു മുളകച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാണ്. ഞാൻ ചട്ടിയിൽ എണ്ണ ഒഴിച്ചു, ഉലുവ പൊട്ടിച്ചു. കടുക് ഉണ്ടെങ്കിൽ കടുക് പൊട്ടിക്കുക. എൻ്റെ അടുത്ത് കടുകില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഉലുവ പൊട്ടിച്ച ശേഷം വെളുത്തുള്ളി ഇട്ടു. ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയ അച്ചാറായതുകൊണ്ട് എല്ലാം കുറച്ചേ എടുത്തുള്ളൂ കേട്ടോ. കുറച്ച് ഇഞ്ചി ചതച്ചെടുത്തും കുറച്ച് കറിവേപ്പില ഇട്ടു. അത് നല്ലോണം ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം ഞാൻ പെരുങ്കായത്തിൻ്റെ ഒരു കഷ്ണമാണ് എടുത്തത്. അതിന് പകരം നിങ്ങൾക്ക് കായപ്പൊടി വേണമെങ്കിലും എടുക്കാം. ഞാൻ ചെറിയൊരു പെരുങ്കായത്തിൻ്റെ കഷ്ണം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊന്ന് വഴണ്ടി വന്നതിന് ശേഷം നമ്മൾ മുളകിട്ടിട്ട് മുളക് കുറച്ചൊന്ന് വഴണ്ടി വന്നതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ മസാലകൾ ചേർത്ത് കൊടുക്കുക. ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും കുറച്ച് അച്ചാർപ്പൊടിയാണ് ചേർത്തത് കേട്ടോ. അത് നല്ലോണം വഴണ്ടി വന്നതിന് ശേഷം ഞാനൊരു 3 ശർക്കരയുടെ ആണി ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് പാനിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. മുളക് അച്ചാറായതുകൊണ്ട് നമുക്ക് ഈ മധുരം വേണമല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ മധുരം നമുക്ക് എത്ര വേണ്ട അതിനനുസരിച്ച് ശർക്കരൻ്റെ ആണി എടുക്കാം കേട്ടോ. ഞാനൊരു 3 ആണിയാണ് എടുത്തത്. പിന്നെ ഇത് നല്ലോണം തിളച്ച് വന്നിട്ട് നമുക്കിതിലേക്ക് സുറുക്ക ഒഴിച്ച് കൊടുക്കുക. ഞാൻ കുറച്ച് ഒഴിക്കുന്നതിൽ കാണിക്കുന്നുള്ളൂ. ഞാൻ കുറച്ചുകൂടെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ പുളിയൊക്കെ ഒന്ന് നോക്കിയിട്ട് പാകം നോക്കിയിട്ട് നമ്മൾ പാകത്തിന് ഇത് വാങ്ങാം. കുറച്ചുകൂടെ കട്ടി വേണമെന്നുള്ളവർക്ക് കോൺഫ്ലവർ കുറച്ച് കലക്കി ഒഴിക്കാം കേട്ടോ.